ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മളുടേത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ അസർബൈജാനിൽ പോയപ്പോൾ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ സിറ്റി ടൂർ എന്ന രീതിയിൽ പോവാണ് കേട്ടോ. നമ്മൾ 3 ഫാമിലി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഒരു ട്രാവലർ വാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഐ ലവ് ബാക്കു എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾക്കൊരു ഗൈഡും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മളുടെ കൂടെ ജോയിൻ ആയത്. പിന്നെ അന്നത്തെ ദിവസം മൊത്തം അവർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മളെല്ലാവരും ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ അവിടെ തന്നെ സൈഡിൽ ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നാച്ചു അതുമായിട്ട് കുറച്ച് കളിക്കുന്നുണ്ടായി. ആ ടൈമിലെടുത്ത വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കു സിറ്റിയിൽ തന്നെ ഫ്ലെയിം ടവർ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ സോൾജേഴ്സിൻ്റെ ഖബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയാണ് നമ്മൾ ഈ നടന്നു പോകുന്നത്. അവരുടെ ഓർമ്മക്കായിട്ട് തന്നെ അവിടെ എപ്പോഴും, അതായത് ഏത് ക്ലൈമറ്റിലും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലെയിമും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും നമുക്കവിടെ. പിന്നെയെന്ന് വെച്ചാൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ അത്. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പിന്നെ നമ്മൾ ബാക്കുവിലെ ഓൾഡ് സിറ്റിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ അസർബൈജാനിലെ ഓൾഡ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ എന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു പഴയ കാലത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ഒരു സ്റ്റാച്യു കാണുന്നില്ലേ, അപ്പം അതെന്ന് വെച്ചാൽ അസർബൈജാനിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനും കവിയൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്റ്റാച്യു ആണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റാച്യൂവിൽ തന്നെ എന്തൊക്കെയോ അർത്ഥമുള്ളതുപോലെ നമ്മളൊക്കെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായി. ഇത് നമ്മൾ അവിടെ തന്നെയുള്ളൊരു ഷോപ്പിൽ സ്വീറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. നല്ല അടിപൊളി ബക്ലാവ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ അങ്ങനെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു വിസിറ്റിങ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക.